ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മേക്കും ഡൂവും തമ്മിലുള്ള രണ്ട് വ്യത്യാസമാണ് പറയാൻ പോകുന്നത്. മേക്ക് എ ഹോംവർക്ക് എന്നാണോ പറയുക, അല്ലെങ്കിൽ ഡു എ ഹോംവർക്ക് എന്നാണോ പറയുക, അല്ലെങ്കിൽ മേക്ക് എ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണോ പറയുക, ഡു എ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണോ പറയുക. അപ്പോൾ നമുക്ക് ഭയങ്കര സംശയമായി പോയി അല്ലേ, എന്താണ് ഈ മേക്ക് അല്ലെങ്കിൽ എന്താണ് ഈ ഡു എന്നുള്ളത് ഭയങ്കര സിമ്പിളായിട്ട് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. മേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യത്തിനാണ് നമ്മൾ, ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയൊരു കാര്യത്തിനാണ് നമ്മൾ മേക്ക് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് എ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറയും ഐ ആം ഗോണ മേക്ക് എ ബ്രേക്ക്ഫാസ്റ്റ്. ക്ലിയർ ആയില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ഭയങ്കര കച്ചറ ഉണ്ടാക്കാൻ പോവാണ്, ഐ ആം ഗോണ മേക്ക് എ മെസ്. അവിടെ മെസ് ഇല്ല, അവിടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഐ ആം ഗോണ മേക്ക് എ മെസ്. മനസ്സിലായില്ലേ? ഡു എ മെസ് എന്നല്ല പറയാം, മേക്ക് എ മെസ് എന്നാണ് പറയാം. ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡു വെച്ചിട്ട് പറയാം. ഐ ആം ഗോണ ഡു മൈ ഹോംവർക്ക്, ഡു എ ഹോംവർക്ക്, ഡു മൈ ഹോംവർക്ക് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഡു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടാസ്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ ഡു വെച്ചിട്ട് പറയും. നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ മേക്ക് എന്നാണ് പറയുക. ക്ലിയർ ആയില്ലേ? ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കട്ടോ. ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യാൻ പോവാണ്, അപ്പോൾ സ്കിന്ന് അവിടെ ഓൾറെഡി ഉള്ളതല്ലേ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ സ്കിൻ കെയർ ഓൾറെഡി നമുക്ക് ഉള്ള ഒരു ടാസ്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡു മൈ സ്കിൻ കെയർ, അതായത് നമ്മൾ ഒരു സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ പറയും ഡു മൈ സ്കിൻ കെയർ. ഒരാളോട് പറയണം നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ എന്ന് പറഞ്ഞ സാധനം അയാൾ എന്ത് ഡിസിഷൻ എടുക്കാൻ പോകുന്ന അറിയില്ല അല്ലേ. ആ ഡിസിഷൻ പുതിയതായിട്ട് അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെന്ത് പറയും? മേക്ക് എ ഡിസിഷൻ. ഡു എ ഡിസിഷൻ എന്നല്ല പറയുക, മേക്ക് എ ഡിസിഷൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? കാരണം അതൊരു പുതിയ തിങ്ങാണ്, ന്യൂ തിങ് ആയതുകൊണ്ട് അതിനെ പറയും മേക്ക് എ ഡിസിഷൻ. 5 സെൻറ്റൻസ് ആണ് പറഞ്ഞത്. മേക്ക് എ ബ്രേക്ക്ഫാസ്റ്റ്, മേക്ക് എ മെസ്, മേക്ക് എ ഡിസിഷൻ, ഡു മൈ ഹോംവർക്ക്, അല്ലെങ്കിൽ ഡു മൈ സ്കിൻ കെയർ. ഇതിന് ഇത്ര മാത്രമേ ഉള്ളൂ. മേക്ക് വെച്ചിട്ടും ഡു വെച്ചിട്ടും ഓരോ എക്സാമ്പിൾ നിങ്ങളുടെ വക, അതായത് കമൻറ്റ് വായിക്കുന്ന ആളുകൾക്ക് കൂടുതൽ എക്സാമ്പിൾ കാണാനും കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വക മേക്ക് വെച്ചിട്ടും ഡു വെച്ചിട്ടും ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് കമൻറ്റിൽ മെൻഷൻ ചെയ്യാട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ. ദിസ് ഇസ് ഷിജു തോമസ് സൈനിങ് ഓഫ്.